RTI എന്താണ്? RTI എന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 എന്നാണ്. അതായത് സർക്കാർ ഓഫീസുകളിലുള്ള വിവരങ്ങൾ ചോദിക്കാനുള്ള നിയമപരമായ അവകാശം. ഈ നിയമപ്രകാരം നിങ്ങൾ ചോദിച്ച വിവരങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകേണ്ടത് നിർബന്ധമാണ്. ഇതൊരു അപേക്ഷയല്ല, ഇത് നിങ്ങളുടെ അവകാശമാണ്. ആരൊക്കെ RTI ഫയൽ ചെയ്യാം? RTI ഫയൽ ചെയ്യാൻ നിങ്ങളൊരു വലിയ വ്യക്തിയാകേണ്ടതില്ല. ഏത് ഇന്ത്യൻ പൗരനും RTI ഫയൽ ചെയ്യാം. വിദ്യാർത്ഥികൾക്കും ജോലിയില്ലാത്തവർക്കും വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഈ അവകാശമുണ്ട്. മികച്ച കാര്യം എന്താണെന്നറിയാമോ? കാരണം പറയേണ്ടതില്ല. നിങ്ങൾ എന്തിനാണ് വിവരം ചോദിക്കുന്നതെന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ ചോദിക്കാം? RTI വഴി നിങ്ങൾക്ക് സർക്കാർ ഓഫീസുകളിലെ രേഖകളിലുള്ള വിവരങ്ങൾ ചോദിക്കാം. ഉദാഹരണത്തിന്, നിങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ്? ഒരു പദ്ധതിക്ക് അനുവദിച്ച ഫണ്ട് എത്രയാണ്? ഒരു നിയമനം എങ്ങനെ നടത്തി? നിങ്ങളുടെ ഫയൽ ഇപ്പോൾ ഏത് ഓഫീസിലാണ്? പക്ഷേ ശ്രദ്ധിക്കുക, മറ്റൊരാളുടെ വ്യക്തിഗത വിവരങ്ങൾ, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ, തീരുമാനത്തിനു മുൻപുള്ള ക്യാബിനറ്റ് രേഖകൾ എന്നിവ ചോദിക്കാനാവില്ല. RTIയിൽ ചോദിക്കേണ്ടത് വിവരം മാത്രം, അഭിപ്രായമോ വിശദീകരണമോ അല്ല. RTI എങ്ങനെ ഫയൽ ചെയ്യാം? RTI ഫയൽ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഓഫ്ലൈനായി ഫയൽ ചെയ്യണമെങ്കിൽ സാധാരണ പേപ്പറിൽ അപേക്ഷ എഴുതുക. അതിനെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനു അയയ്ക്കുക. 10 രൂപ ഫീസ് അടയ്ക്കണം. അപേക്ഷ നേരിട്ട് ഓഫീസിൽ കൊടുക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ഓൺലൈനായി ഫയൽ ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ RTI ഓൺലൈൻ പോർട്ടൽ ഉപയോഗിക്കാം. പല സംസ്ഥാനങ്ങൾക്കും അവരുടെ സ്വന്തം RTI പോർട്ടൽ ഉണ്ട്. ഫീസും സമയപരിധിയും. RTI അപേക്ഷയ്ക്ക് 10 രൂപ മാത്രമാണ് ഫീസ്. BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല. സാധാരണയായി 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം. എന്നാൽ ജീവൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകേണ്ടതാണ്. മറുപടി കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യാം? 30 ദിവസം കഴിഞ്ഞിട്ടും മറുപടി ലഭിക്കാത്ത പക്ഷം നിങ്ങൾക്ക് ഫസ്റ്റ് അപ്പീൽ നൽകാം. അത് ഫലപ്രദമല്ലെങ്കിൽ സെക്കൻഡ് അപ്പീൽ നൽകാം. സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിലേക്ക്. മറുപടി നൽകാതിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ദിവസം 250 രൂപ വീതം പിഴ ചുമത്താം. പരമാവധി 25,000 രൂപ വരെ. സാധാരണ ആളുകൾ ചെയ്യുന്ന പിഴവുകൾ. RTI അപേക്ഷയിൽ പലരും ചില പിഴവുകൾ ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് എന്ന രീതിയിൽ ചോദിക്കൽ തെറ്റാണ്. നീണ്ട പരാതികൾ എഴുതുന്നത് ശരിയല്ല. തെറ്റായ ഓഫീസിലേക്ക് അയക്കുന്നതും ഒരു വലിയ പിഴവാണ്. ഓർമ്മിക്കുക, RTI എന്നത് വിവരം ചോദിക്കാനുള്ള നിയമമാണ്, പരാതി നൽകാനുള്ള സംവിധാനമല്ല. RTI സർക്കാർ വിരുദ്ധമായ ഒരായുധമല്ല. അത് സുതാര്യതയ്ക്കും ഉത്തരവാദിത്വത്തിനും വേണ്ടിയുള്ള ഒരു ഉപകരണമാണ്.